UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയും കൂടിക്കാഴ്ച നടത്തി. അബുദാബിയിലെ ഹമദ് രാജാവിന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ സാഹോദര്യ ബന്ധത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. കൂടുതൽ പുരോഗതിയും വികസനവും ഇരു രാജ്യങ്ങൾക്കും നേടാൻ കഴിയട്ടെ എന്നും ഇരുവരും ആശംസിച്ചു. വിവിധ മേഖലകളിൽ ബഹ്റൈനും UAEയും തമ്മിൽ നിലനിൽക്കുന്ന സഹകരണവും അവലോകനം ചെയ്തു. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിലിന്റെയും അറബ് ജനതയുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൂടിയാലോചനകൾ തുടരാനും തീരുമാനമായി. UAE സന്ദർശനത്തിന് ശേഷം ബഹ്റൈനിൽ മടങ്ങിയെത്തിയ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവർ സ്വീകരിച്ചു. ഭൂകമ്പത്തിൽ നാശം വിതച്ച തുർക്കിക്കും സിറിയയ്ക്കും പിന്തുണയുമായി ബഹ്റൈൻ സംഭാവന ക്യാമ്പയിൻ ആരംഭിച്ചു. രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഭാവനകൾ നൽകുന്നതെന്ന് മാനുഷിക പ്രവർത്തനത്തിനും യുവജനകാര്യത്തിനുമായുള്ള രാജാവിന്റെ പ്രതിനിധിയും റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർമാനുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും വൻ നാശം വിതയ്ക്കുകയും ചെയ്ത വിനാശകരമായ ഭൂകമ്പത്തെ തുടർന്ന് തുർക്കിക്കും സിറിയയ്ക്കും അടിയന്തര മാനുഷിക ദുരിതാശ്വാസ സഹായം നൽകാൻ രാജാവ് നിർദ്ദേശം നൽകിയിരുന്നു. ക്യാമ്പയിനിന്റെ മേൽനോട്ടം വഹിക്കുന്നതിന് റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുസ്തഫ അൽ സയ്യിദിനെ എക്സിക്യൂട്ടീവ് ചീഫായി നിയമിച്ചു. ഭൂകമ്പത്തിൽ നാശനഷ്ടം സംഭവിച്ച ആളുകൾക്ക് ബഹ്റൈനിലെ പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട കാറുകൾ നീക്കം ചെയ്യാൻ ഒരുങ്ങുന്നു. പൊതുശുചിത്വ നിയമപ്രകാരമാണ് നടപടി. നോർത്തേൺ മുനിസിപ്പാലിറ്റിയാണ് ഇത്തരം വാഹനങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ടു പോകുന്നത്. സൽമാബാദ് പ്രദേശത്ത് പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിച്ച കാറുകൾ ഉടൻ തന്നെ നീക്കം ചെയ്യണമെന്ന് മുനിസിപ്പാലിറ്റി ഉടമകളോട് ആവശ്യപ്പെട്ടു. ഈ മാസം ആദ്യമാണ് ഇതിനുള്ള ക്യാമ്പയിൻ മുനിസിപ്പാലിറ്റി ആരംഭിച്ചത്. പരിശോധനയിൽ 450ഓളം കാറുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇത്തരം കാറുകൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതു റോഡ് മരാമത്ത് നിയമവും പൊതുശുചിത്വ നിയമവും നടപ്പിലാക്കുന്നതിനായി നിയമപരമായ കാലാവധിക്ക് ശേഷം വിവിധ പ്രദേശങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതുമായ വാഹനങ്ങൾക്കാണ് മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഉടമകൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെ കാറുകൾ നീക്കം ചെയ്ത് തുടർ നടപടികളെടുക്കും. ഇന്ത്യൻ സ്കൂൾ ഇസാടൗൺ ക്യാമ്പസിൽ 12ാം ക്ലാസ് പൂർത്തിയാക്കി സ്കൂളിനോട് വിടവാങ്ങുന്ന വിദ്യാർത്ഥികൾക്കായി വർണ്ണശബളമായ യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചു. 11ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സീനിയർ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകിയത്. പ്രിൻസിപ്പൽ VR പളനിസ്വാമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽമാർ, സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ കെ ദേവസി, പ്രധാന അധ്യാപകർ, സ്റ്റാഫ്, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ദേശീയ ഗാനം, വിശുദ്ധ ഖുർആൻ പാരായണം, സ്കൂൾ പ്രാർത്ഥന എന്നിവയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി നൃത്തവും സംഗീതമേളയും അരങ്ങേറി. റാംവാക്ക്, ഗെയിമുകൾ, പാട്ടുകൾ, ബാൻഡ് എന്നിവ പരിപാടിയെ ചടുലവും വർണ്ണാഭവുമാക്കി.
ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ആശംസിച്ചു. തുർക്കിയിലും സിറിയയിലും സഹായഹസ്തവുമായി ബഹ്റൈൻ KMCC. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്നതിനു വേണ്ടി ബഹ്റൈൻ KMCC പ്രത്യേകം ഹെൽപ്പ് ഡെസ്ക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പുതിയ വസ്ത്രങ്ങൾ, പുതപ്പുകൾ, തലയിണകൾ, ബെഡ്, ജാക്കറ്റ്, ഭക്ഷണപദാർത്ഥങ്ങൾ തുടങ്ങിയവ 2 ദിവസം കൊണ്ട് സമാഹരിച്ച് എംബസിയിൽ എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. വിവിധ ജില്ലാ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സൂക്കുകളിൽ നിന്ന് അവശ്യവസ്തുക്കൾ സമാഹരിച്ച് KMCC ആസ്ഥാനത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഖരിച്ച വസ്തുക്കൾ ഉടൻ തന്നെ തുർക്കി എംബസിയെ ഏൽപ്പിക്കും. സഹകരിക്കാൻ താൽപ്പര്യമുള്ളവർ 34599814 അല്ലെങ്കിൽ 35195778 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസൽ, ആക്ടിംഗ് ജനറൽ സെക്രട്ടറി AP മുസ്തഫ എന്നിവർ അറിയിച്ചു. ബഹ്റൈനിൽ ഹൃദയാഘാതം മൂലമുള്ള മരണം തുടർക്കഥയാകുന്നു. ഇന്ന് തൃശൂർ മാള കൊച്ചുകടവ് കടപ്പറമ്പിൽ ബാവയുടെ മകൻ ഷമീർ ബാവയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുവൈറ്റ് എംബസിയിൽ ജീവനക്കാരനായിരുന്നു ഷമീർ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 4ാമത് ഒളിമ്പിക് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ പങ്കെടുത്തു. റോയൽ ഫാമിലി കൗൺസിൽ ഡയറക്ടർ ജനറലും ബഹ്റൈൻ ഷൂട്ടിംഗ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഷെയ്ഖ് സൽമാൻ ബിൻ ഖാലിദ് അൽ ഖലീഫ, പബ്ലിക് സെക്യൂരിറ്റി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ താരിഖ് അൽ ഹസൻ, ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് നാസർ ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ, ഇൻസ്പെക്ടർ ജനറൽ മേജർ ജനറൽ അബ്ദുള്ള അൽ സയ്യിദ്, ബഹ്റൈൻ ഷൂട്ടിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് ഹമദ് ബിൻ റാഷിദ് അൽ ഖലീഫ എന്നിവർ പങ്കെടുത്തു. ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിൽ പ്രധാന പങ്കുവഹിച്ച ബഹ്റൈൻ ഷൂട്ടിംഗ് അസോസിയേഷൻ പ്രസിഡന്റിന് ആഭ്യന്തരമന്ത്രി നന്ദിയും അഭിനന്ദനവും അറിയിച്ചു.